തിരുവനന്തപുരം വഴയില ആറാംകല്ലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് ആൽമരം കടപുഴകി വീണ് യുവതിക്ക് ദാരുണാന്ത്യം. പൂർണ്ണമായും തകർന്ന വാഹനം വെട്ടിപ്പൊളിച്ച ശേഷമാണ് വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീയെയും പുരുഷനെയും പുറത്തെടുത്തത്. തൊളിക്കോട് സ്വദേശിനി മോളിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. പേരൂർക്കടയിൽ നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന പ്രധാന പാതയിൽ ആറാംകല്ലിലാണ് ആൽമരം വാഹനത്തിന് മുകളിലേക്ക് വീണ് തൊളിക്കോട് സ്വദേശിനിയായിട്ടുള്ള മോളി മരണപ്പെടുന്നത്. നെടുമങ്ങാടേക്ക് പോവുകയായിരുന്ന ഓൾട്ടോ കാറിന് മുകളിലേക്കാണ് ആൽമരം കടപുഴകി വീണത്. പിന്നാലെ വന്ന വാഹനങ്ങൾ മരം വീഴുന്നത് കണ്ട് റോഡിന്റെ ഇരുവശത്തേക്ക് വാഹനങ്ങൾ വെട്ടിച്ചു. ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ആ സ്ത്രീ കിടന്ന് വിളിക്കുന്നുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വെട്ടത്തി കടയിൽ ചെന്നെടുത്തുകൊണ്ട് വന്ന് വലിയ കമര തലയിലാണ് ഇരുന്നത്. വലിയ കമരം വെട്ടിമുറിച്ച് വന്നപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഞാൻ വന്ന അടുത്ത് വന്ന് കൈ കൊണ്ട് തട്ടുന്നേരം അവർ ഭയങ്കര വിളിയായിരുന്നു. പിന്നെ പോകാൻ കിട്ടി. കൃത്യസമയത്ത് തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ 30-ലധികം വരുന്ന ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. വാഹനം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഗുരുതരാവസ്ഥയിലാണ് വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീയെയും പുരുഷനെയും ഫയർഫോഴ്സ് അംഗങ്ങൾ വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ തൊളിക്കോട് സ്വദേശിനി മോളി ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. അപകടാവസ്ഥയിലുള്ള മരം അല്ലായിരുന്നു. എന്താണെങ്കിലും മഴയും കാറ്റും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചായ തട്ടുണ്ട്, ഒരു പച്ചക്കറി ഷോപ്പുണ്ട്. ഇത് രണ്ടും ഒന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ അപകടം ഇന്ന് ഒഴിവായത് അതുകൊണ്ടാണ്. കടപുഴകിയ മരം മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ മുറിച്ചുമാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. നെടുമങ്ങാടേക്കുള്ള പ്രധാന പാതയായതിനാൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണിത്. പക്ഷേ അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.